സാധാരണക്കാരൻ്റെ ബ്രേക്ക്ഫാസ്റ്റായ ഓട്ടട ഇല്ലെങ്കിൽ ഒറോട്ടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ട് നേന്ത്രപ്പഴം വെച്ച് നല്ല രുചികരമായിട്ടും കനം കുറച്ചും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. 3 മീഡിയം സൈസ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതായിരിക്കണം. നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിത് മൈക്രോവേവിൽ ഹൈ പവറിൽ 5 മിനിറ്റ് വെച്ചാണ് പുഴുങ്ങിയെടുക്കുന്നത്. മൈക്രോവേവിൽ വെക്കുന്നവർ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഈ പഴത്തിൻ്റെ ഈ കരിഞ്ഞുണങ്ങിയ ഞെടുപ്പ് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. നല്ലവണ്ണം കരിഞ്ഞുണങ്ങിയതാണെങ്കിൽ കട്ട് ചെയ്യാതെ വെച്ചാൽ അവിടെ നിന്ന് ഒരു തീ പൊരിയുന്നതായിട്ട് കാണാമേ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. ഹൈ പവറിൽ 5 മിനിറ്റ് ആയിരുന്നു വെച്ചിരുന്നത്. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ലൈറ്റായിട്ട് ആറിയതിന് ശേഷം തൊലിയെല്ലാം നീക്കം ചെയ്ത് ഇതൊന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കണേ. ഇതിൻ്റെ ആ നടുവിലുള്ള നാരൊന്നും മാറ്റുന്നില്ല. നല്ല വൃത്തിയായിട്ട് ഉടച്ചെടുത്താൽ മതി. ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റുവാണ്. ഇനി ഇതിലെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. 1.25 ഇല്ല 1.5 കപ്പോളം ചേർക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എങ്കിലും നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നേ നിൽക്കണം, അതനുസരിച്ച് ചേർക്കുക. ബാലൻസ് ആകാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 ഇല്ലെങ്കിൽ 1 കപ്പോളം തേങ്ങ ചേർക്കാവുന്നതാണ്. ഇനി ഒരല്പം കറുത്ത എള്ള് ചേർക്കുകയാണ്. ഇനി മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. 1 സ്പൂൺ ശർക്കരപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി 2 ഏലക്കാണ്, അതും ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം ചുക്കുപൊടി ചേർക്കണം. ഇത് അത്രയും ചുക്കിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഉരച്ച് ചേർക്കുവാണ്. ഇനി നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്, വറുത്ത് പൊടിച്ച നല്ല ജീരകപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സർ ജാറിനകത്തിട്ട് ഏലക്ക ഒന്ന് പൊടിയാൻ വേണ്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുവാണ്. ഏലക്കൊക്കെ നല്ലവണ്ണം ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് നെയ്യ് ചേർക്കുവാണ്. 1/2 സ്പൂണോ 1 സ്പൂണോ ചേർക്കാവുന്നതാണ്. അതും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ചേർത്താണ് കുഴയ്ക്കേണ്ടത്, ഇല്ലെങ്കിൽ പാലായാലും ചേർത്ത് കുഴയ്ക്കാവുന്നതാണ്. ഒരുപാട് കട്ടിക്ക് കുഴച്ച് വെക്കില്ല, കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ച് വെക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴയ്ക്കുക. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ആവും. ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ദോശക്കല്ല് അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു ഉരുളയായിട്ട് ഇടുകയാണ് മാവ്. പെട്ടെന്ന് തന്നെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് നിരത്തി കൊടുക്കുക. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസ് അങ്ങ് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഒരു സ്പാറ്റില ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തള്ളി നിരക്കിക്കൊണ്ട് എത്രയും കനം കുറച്ച് പരത്താവുന്നോ അത്രയും കനം കുറച്ച് അങ്ങ് പരത്തിയെടുക്കണേ. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം. പെട്ടെന്ന് ഈ മാവ് ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ മാവ് ഇങ്ങനെ തള്ളി നിരങ്ങി നീങ്ങത്തില്ല. അത് കാരണം ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് ഇത് ഷേപ്പാക്കി എടുക്കണേ. മാക്സിമം കട്ടി കുറഞ്ഞെടുക്കാവുന്ന അത്രയും മാക്സിമം ഇങ്ങനെ നിരത്തി കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ സ്പാറ്റില ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കിയൊന്ന് നിരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ബോർഡറെല്ലാം ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് ആ ബോർഡറെല്ലാം ഒന്ന് റൗണ്ടാക്കി കൊടുക്കാൻ വേണേ. നല്ലവണ്ണം ഇങ്ങനെ ഷേപ്പ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്ത് മുരിച്ചെടുക്കണം 2 സൈഡായിട്ട്. ഈ ആദ്യമായിട്ട് ഈ സ്പാറ്റില വെച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 2-3 പ്രാവശ്യം ഒന്നും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റാതെ വരും. ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് പ്രാക്ടീസ് ആയിക്കോളും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒറോട്ടിയെ എങ്ങനെ മാറ്റിയെടുക്കാവുന്നതോടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. മുകൾ ഭാഗം ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്തിട്ട് ഒന്ന് മറിച്ചിടാവുന്നതാണ്. ഇത് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഇതിലും നല്ലവണ്ണം മുറിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ കൈ കൊണ്ടാണ് പരത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈയുടെ കുഴി ഇങ്ങനെ കാണും. തിരിച്ചിടുമ്പോൾ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗമായിട്ട് മുരിഞ്ഞ് ഇരിക്കുമ്പോൾ കാണാനൊരു ഭംഗി അത്രയും കാണത്തില്ല. കുട്ടികളോടൊക്കെ ഇന്ന് കഴിക്കാൻ ഓട്ടടയാന്ന് പറയുമ്പോൾ അവർക്ക് ആദ്യം അവരുടെ മനസ്സിൽ വരുന്നത് ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ ആ കനവും ഒക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. അവർക്ക് ഒട്ടും താല്പര്യം കാണത്തില്ല. ഇതുപോലെ കനം കുറച്ച് നെയ്യിലൊക്കെ ഇങ്ങനെ മുരിച്ചെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
രണ്ടാമത്തെ ഓട്ടടയും പെട്ടെന്ന് സ്പീഡിലൊന്ന് കാണിച്ചു തരുവാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് സ്പാറ്റിലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. കുറച്ച് നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നെയ്യോ എണ്ണയൊക്കെ ചേർക്കാവുന്നതാണ്. അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി കുട്ടികൾക്കായിട്ട് ഒരോട്ടി ഒന്നുകൂടെ ഒന്ന് മുറിച്ചെടുക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതുപോലെ ഷേപ്പാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരല്പം നെയ്യോ ഓയിലോ ഒഴിക്കാം. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. ലോ ഫ്ലെയിമിലിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇത് കനക്കുറവ് കാരണം പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതുപോലെ പഴം ചേർത്തിട്ടുള്ള കാരണം പെട്ടെന്ന് ബ്രൗൺ ആവുകയും ചെയ്യുകയും. തിരിച്ച് മറിച്ച് വിട്ട് നല്ല ഒന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. ഇതുവരെ തന്ന സപ്പോർട്ടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടു കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്.